പിന്നെ രാവിലത്തെ റൗണ്ട്സ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. അവര് നമ്മളോട് വന്ന് നമ്മുടെ പാസ്പോർട്ടും പിന്നെ ഒരു ഫോം ഫിലപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്തു. അത് ഞങ്ങള് മേളിൽ നിന്ന് താഴോട്ട് എത്തിയത് അന്ന് തന്നെ പുള്ളിയും വന്നായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാനും എല്ലാം ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ. പിന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾക്ക് വാൻ അറേഞ്ച് ചെയ്ത് തരും നമ്മളെ നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടേ ആക്കാൻ. അപ്പൊ ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഞങ്ങൾക്ക് വേണ്ടി വേറൊരു ഹോട്ടല് ബുക്ക് ചെയ്തായിരുന്നു. എന്താ വെച്ചാല് ഞങ്ങളുടെ മറ്റേ ഹോട്ടൽ ഇത് ആക്ച്വലി സ്റ്റിൽ ഞങ്ങള് തിരിച്ചെത്തേണ്ട സമയം ആയിട്ടില്ലല്ലോ. ഇതിപ്പം നമ്മുടെ സ്കെഡ്യൂളിന് അപ്പുറം വന്നൊരു ഇതായിരുന്നല്ലോ. തിരിച്ച് നടന്നിറങ്ങേണ്ട ആൾക്കാരില്ലേ, നടന്നിറങ്ങിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 nights എക്സ്ട്രാ ബുക്ക് ചെയ്യേണ്ട വന്നു കാഠ്മണ്ഡുവില് ഹോട്ടല്. എനിവേ ഇന്നാണ് ആക്ച്വലി ഞങ്ങൾ തിരിച്ചെത്തുന്ന ദിവസം. ഞങ്ങൾ പക്ഷെ മിനിഞ്ഞാന്ന് ഇവിടെ എത്തി, 12th ഇവിടെ എത്തി. ഇനി നാളെ ഞങ്ങൾക്ക് ഒരു ഗൈഡ് ടൂറും കൂടെ ഉണ്ട്. അപ്പം ഇന്നലെ ഞങ്ങള് ഇന്നലെ ഞങ്ങൾ സ്പായൊക്കെ ആയിട്ട് സമയം ചെലവഴിച്ചു. തലേദിവസം ഷോപ്പിങ്ങും സുവനിയർ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ വന്നിട്ട് ദാൽബാത്ത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഫൈനലി ഞങ്ങൾ ചെറിയൊരു തട്ടുകട പോലത്തെ സെറ്റപ്പാണ്, ചെറിയ കടയാണ്. അതിന്റെ 3ാമത് നിലയിൽ കയറി ഞങ്ങള് ദാൽബാത്തിന്റെ കൂടെ ഫിഷ് ഫ്രൈ കിട്ടി. നമ്മുടെ നാട്ടിലത്തെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് അത് ആസ്വദിച്ച് കഴിച്ചു. അപ്പോഴാണ് ഒരു എനിക്ക് ഞാൻ അതുവരെ ചോറും കറിയും എല്ലാം മിസ് ചെയ്ത് എനിക്ക് ഒരു രക്ഷയില്ലാത്ത എങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്ങനെ കഴിച്ചപ്പം സന്തോഷം സമാധാനമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കഴിച്ച് പയ്യെ ഹോട്ടലിൽ പോയി രാജോട്ട് അടിച്ചു കിടന്നുറങ്ങി. ഇന്ന് ഞങ്ങൾക്ക് ഹോട്ടലിൽ ഫോളോ അപ്പ് ആയിരുന്നു. അവിടെ അപ്പം ബാക്കി നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ കിട്ടി. മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഇന്ന് കിട്ടി. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞു. നമ്മുടെ അങ്ങനെ ഇത് ചെയ്ത് പിന്നെ ഞങ്ങളൊരു ടാക്സിക്ക് ഞങ്ങൾ തിരിച്ച് ഇപ്പൊ ഹോട്ടലിൽ വന്നു. ഈ വീഡിയോ എടുക്കുന്നു. നാളെ ഞങ്ങൾ ഒരു ഗൈഡ് ടൂർ ചെയ്യുന്നു കാഠ്മണ്ഡുവിൽ കൂടെ. ഞങ്ങളെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഫെയർവെൽ ഡിന്നർ അവരുടെ ഭാഗം തന്നെ ഉണ്ട്. പിന്നെ 17th ടേക്ക് ഓഫ് ബാക്ക് ഹോം ടു അവർ ഫാമിലീസ്, കിഡ്സ് ആൻഡ് ഫാമിലി. So we hope you enjoyed our podcast. ഞങ്ങളുടെ യാത്ര വിചരണങ്ങൾ അല്ലെ, ഇച്ചിരി ഡീറ്റെയിൽഡ് ആണ്. പക്ഷെ എന്നാലും ഐ ഹോപ്പ് യു എൻജോയ്ഡ്. സോ ഞങ്ങള് അനുഭവിച്ചതും ഞങ്ങള് ചെയ്തതും എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സിൻസിയർ ആയിട്ട് തന്നെ ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കമന്റിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ കമ്പനി സർവീസും ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഞങ്ങൾ എന്നായാലും ഞങ്ങള് റെക്കമെൻഡ് ചെയ്യും. ഗൈഡിനെ റെക്കമെൻഡ് ചെയ്യും. നല്ല സൂപ്പർ ഗൈഡാണ്. ശരിക്കും വെരി ഹാപ്പി. എല്ലാ രീതിയിലും ഒരു അനുഗ്രഹീതമായ ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. സ്പിരിച്വൽ ജേർണി സ്പിരിച്വൽ ജേർണി ആയിരുന്നു. ദൈവത്തിനോട് ഒന്നും കൂടെ അടുത്തു ഞങ്ങൾ. ഐ ആം സോ ഹാപ്പി. എന്റെ കൂടെ ചേച്ചി വന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയും താങ്ക്ഫുള്ളും ആണ്. ചേച്ചി തന്നെ ആയിരുന്നതാണ്. വേറെ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാനിത് മേക്ക് ചെയ്യുന്നതല്ലേ. അത് പറയാൻ പറ്റില്ല. പക്ഷെ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. അലീഷ ഇത് ചോദിക്കലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ട്രിപ്പ് ചെയ്യുക പോലും ഇല്ലായിരുന്നേ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദിസ്. അപ്പം ഒന്നും കൂടെ ദൈവം തമ്പുരാനെ നന്ദി പറയുന്നു. ഈ ഒരു ട്രിപ്പ് ചെയ്യാൻ പറ്റിയതിലും ഞങ്ങൾക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിലും ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈവൻ വി ഈച്ച് അതർ, ഞങ്ങൾ സെക്കൻഡ് കസിൻസ് ആണ്. ഞങ്ങൾ വി ഗോട്ട് ടു നോ ഈച്ച് അതർ ബെറ്റർ. അപ്പം ഞങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റി. അപ്പം എല്ലാം കൊണ്ട് വി ആർ വെരി ഹാപ്പി ആൻഡ് യെസ്. അപ്പം താങ്ക്സ് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ ട്രിപ്പ് ചെയ്യാൻ പോവാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നോ എന്ന് പറയല്ല. ഇഫ് ദർ ഇസ് എ കോളിംഗ്, പ്ലീസ് ഗോ ഫോർ ഇറ്റ് കേട്ടോ. ഓക്കെ, ബൈ.